ാണ്. തുൽഹത്ത് ബിൻ ഉബൈദുള്ള എന്നവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരനും ബനൂ തൈമ് വംശജനുമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുമാണ്. രണ്ടുപേരും ഏതാണ്ട് ഒന്നിച്ച് അടുത്ത കാലത്തായി തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ രണ്ടുപേരെയും പ്രത്യേകമായി ഒരു കയറിൽ കെട്ടിയിടുകയും ആ കയറ് ഒരിക്കലും അഴിക്കാൻ കഴിയാത്ത വിധം കുരുക്കിയിടുകയും ആ രണ്ടുപേരും പുറത്തു പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും തടഞ്ഞു വെക്കുകയും ചെയ്ത സംഭവം അൽ ഖരീനാൻ എന്ന പേരിൽ ഇവർ രണ്ടുപേരും വാഴ്ത്തപ്പെടാനും വിളിക്കപ്പെടാനും അർഹമാക്കിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരു കയറിൽ കെട്ടിയിട്ട് കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആര്? സിദ്ദീഖുൽ അക്ബർ എന്നവരും അതേപോലെ മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദുള്ള എന്നവരും. തുൽഹയും സിദ്ദീഖ് എന്നവരും ബനൂ തൈമ് വംശജരാണ് എന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ബനൂ തൈമ് വംശജരിൽ നിന്ന് പ്രത്യേകമായി ഇവർ രണ്ടുപേരെയും അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് പോകാനും നബിയെ കാണാനും മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും വിടാതെ അവരുടെ ഗോത്രക്കാർ അദ്ദേഹത്തേക്ക് രണ്ടുപേരെയും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവരാണ് ബഹുമാനപ്പെട്ട തുൽഹ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ആളുകൾ ഷഹീദായ യുദ്ധമാണല്ലോ ഉഹദ് യുദ്ധം. ഈ ഉഹദ് സംഭവത്തെ സ്മരിച്ചാൽ ഉഹദിനെ സ്മരിക്കാത്തവർ സന്ദർഭമില്ല. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തിനോട് ബന്ധപ്പെട്ട പ്രസംഗത്തിൽ പോലും ഉഹദിൽ ഷഹീദായവരെയാണ് പ്രത്യേകം ഓർത്തതും അനുസ്മരിച്ചതും ദുആ ചെയ്തതുമൊക്കെ. ഈ ഉഹദിനെ പറ്റി പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ എന്ന് പറയും. ആ ദിവസം മൊത്തമായി അതൊക്കെ ത്വൽഹക്ക് അവകാശപ്പെട്ടതല്ലേ, അത് ത്വൽഹയുടെ ദിവസമല്ലേ, ത്വൽഹക്ക് അവകാശപ്പെട്ടതാണ് ആ ദിവസം മൊത്തമായി എന്ന് സംസാരിക്കും. മഹാനായ ത്വൽഹ എന്നവരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹത്തുൽ ഖൈർ എന്ന് വിളിച്ചിട്ടുള്ളത് ഉഹദ് രണാങ്കണത്തിൽ വെച്ചാണ്. ഉഹദ് രണാങ്കണത്തിലും അതുപോലുള്ള പല സന്ദർഭങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ പ്രിയങ്കരനായി നിന്നിട്ടുണ്ട് മഹാനവറുകൾ. അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുണ്ട്, സമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദിൻ ത്വൽഹത്തുൽ ഖൈർ. എന്നെ നബി തങ്ങൾ ഉഹദിന്റെ നാടിൽ ത്വൽഹത്തുൽ ഖൈർ എന്നാണ് വിശേഷിപ്പിച്ചത്. വയൗമൽ ഉസ്റതി, തബൂക്ക് യുദ്ധത്തിന്റെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാളിൽ എന്നെ നബി തങ്ങൾ വിളിച്ചിട്ടുള്ളത് ത്വൽഹത്തുൽ ഫയ്യാദ്, നന്മകൾ വഴിഞ്ഞൊഴുകുന്ന, നന്മകൾ ഒന്നിട്ട് പ്രവഹിപ്പിക്കുന്ന തുൽഹ എന്ന അർത്ഥത്തിൽ തുൽഹത്തുൽ ഫയ്യാദ് എന്നാണ്. ഹുനൈനിന്റെ ദിവസത്തിൽ എല്ലാവരും ഓടേണ്ട സന്ദർഭങ്ങളാണ് ഹുനൈനിലും ഉഹദിലും സംഭവിച്ചത്. അതൊക്കെ ചില സന്ദർഭങ്ങളാണ്. സ്വഹാബാക്കൾ അധീരന്മാരായതുകൊണ്ടല്ല, അടിസ്ഥാനപരമായ നുണപ്രചരങ്ങളുടെ സമയത്തുണ്ടായ വെപ്രാളത്തിൽ പെട്ടെന്ന് ഓടിയെന്ന ഒരു ചുറ്റുപാടുണ്ടായതാണ്. ശത്രുക്കളിൽ നിന്നുള്ള ഓട്ടമല്ല, പിന്തിരിഞ്ഞോട്ടം യുദ്ധക്കളത്തിൽ വെച്ച് എന്ന ഓട്ടമല്ല. ഓർക്കാപ്പുറത്ത് അവർ ഇരിക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഓർക്കാപ്പുറത്തെ വനീമത്ത് സ്വത്തുക്കൾ വിഹിതം ചെയ്യുന്ന നേരത്ത് പെട്ടെന്ന് സംഭവിച്ച അപ്രതീക്ഷിതമായൊരു മുന്നേറ്റം ഓർക്കാപ്പുറത്ത് വന്നപ്പോൾ പരക്കം മണ്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ പരക്കം മണ്ടലാണ് ഉഹദിൽ സംഭവിച്ചത്. അങ്ങനെ തന്നെയാണ് ഹുനൈനിൽ സംഭവിച്ചത്. ഈ രണ്ടു സമയത്തും അള്ളാഹുവിൻ്റെ റസൂല് മാത്രമാകുന്ന ചില സമയങ്ങൾ പോലും ഉണ്ടായി രണാങ്കണത്തിൽ. മറ്റുള്ളവരാരാണ് എന്ന് കാണാനും പറയാനും എണ്ണാനും പറ്റാത്ത വിധം പരിമിതം. ബാക്കി എല്ലാവരും ഓടി. ഈ ഓടിയത് ഖുർആൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, ഹുനൈനിലെ ഓട്ടം യൗമ ഹുനൈനിൽ നിന്ന്. ഉഹദിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് മഹാസംഭവത്തിലും ബഹുമാനപ്പെട്ട തുൽഹ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയും അതിയായ സേവനം നൽകുകയും അതിനുവേണ്ടി സമ്പത്തുക്കൾ തന്നെ ധാരാളം ചെലവഴിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ വലിയ സവിശേഷ പേരാണ് ത്വൽഹത്തുൽ ഖൈർ, ത്വൽഹത്തുൽ ഫയ്യാദ്, അതുപോലെ തന്നെ ത്വൽഹത്തുൽ ജൂദ്. ഈ മൂന്ന് പേരുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ട് പൊരുതിയ ഒരു സമയത്ത് വമ്പിച്ച പോരാട്ടം അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയിട്ടുണ്ട്. തീരോദാത്തമായ പോരാട്ടം, വല്ലാത്ത പോരാട്ടം തന്നെയാണ് അപ്പോൾ സംഭവിച്ച പോരാട്ടം. ആ പോരാട്ടത്തിനിടയിൽ
അള്ളാഹുവിൻ്റെ റസൂല് അന്ന് ധരിച്ചിരിക്കുന്നത് 2 പടയങ്കിയാണ്. ഇരുമ്പിൻ്റെ 2 പടയങ്കി, കുപ്പായം ഒന്നായിട്ട് 2 പടയങ്കി എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ഒരുക്കാണ്. ഈ ഓട്ടം ഉണ്ടാകുന്നതൊക്കെ ആദ്യം അറിഞ്ഞു വരുമെന്നല്ലല്ലോ. അള്ളാഹിൻ്റെ റസൂല് പക്ഷേ അതൊക്കെ അറിഞ്ഞു വരികയാണ് എന്നർത്ഥം. മറ്റുള്ളവർക്കൊന്നും ഇതറിയില്ലെങ്കിലും മുഹിദിൽ സംഭവിക്കുന്നതൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ മുഹിദ് രണാങ്കണത്തിലേക്ക് നബിതങ്ങൾ രണാങ്കണത്തിൽ പോരാടുമ്പോൾ നബിതങ്ങൾ ധരിച്ചിരിക്കുന്നത് 2 പടയങ്കിയാണ്, ഇരട്ടപ്പടയങ്കി. ഈ ഇരട്ടപ്പടയങ്കി ഇരുമ്പിൻ്റെതാണല്ലോ. ഇരുമ്പിൻ്റെ 2 കുപ്പായിട്ടാൽ പിന്നെ കയറാൻ കഴിയില്ല. മലക്ക് മുകളിൽ ഒരു പാറക്കല്ലിന്മേൽ കയറിക്കൊണ്ട് രക്ഷപ്പെടേണ്ട ഒരു സമയം വന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മലക്ക് മുകളിലുള്ള പാറക്കല്ലിൽ കയറി നിന്നിട്ട് പോരാടാൻ. അപ്പോൾ കീഴ്പോട്ടുള്ളവരാവും ശത്രുക്കൾ, അള്ളാഹിൻ്റെ റസൂല് മുകളിലുമാകും. അങ്ങനെ പോരാടാൻ വേണ്ടി പാറക്കല്ലിലേക്ക് നബിതങ്ങൾ കയറാൻ നോക്കുമ്പോൾ ഈ 2 കുപ്പായത്തിൻ്റെ ഭാരം കൊണ്ട് അള്ളാഹിൻ്റെ റസൂലിന് കഴിയുന്നില്ല. അസമയത്ത് എങ്ങനെയെന്നറിയാതെ അതാ ത്വൽഹയാണ് സമീപത്ത്. ത്വൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി തല താഴ്ത്തി കൊടുത്തു, ചുമല് താഴ്ത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറിക്കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഈ പാറക്കല്ലിന് മുകളിൽ കയറിയത്. അപ്പോഴാണ് അള്ളാഹു റസൂൽ മഹാനവറുകൾക്ക് ഔജബ ത്വൽഹ സ്വർഗം അനിവാര്യമാക്കി എന്ന്, ത്വൽഹക്ക് ഒറ്റക്കായി സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്വർഗത്തിൻ്റെ ടിക്കറ്റ് നൽകിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശീർവദിച്ചതും പൊരുത്തം നൽകിയതും ആ സമയത്തൊപ്പം തന്നെ ത്വൽഹത്തുൽ ഖൈർ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കുകയും ചെയ്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഒറ്റ ഒരാളെ കണ്ട് നബി കൊല്ലപ്പെട്ടു എന്ന കിംവദന്തിയാണ് ഉഹദിലുള്ള പരക്കമ്പായലിൻ്റെയും ഈ അടുക്കളത്തിലുള്ള പോരാട്ടത്തിൽ അണികൾക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നതിൻ്റെയും ഒരു കാരണം. ആ നബി നിൽക്കുമ്പോൾ അത് ശത്രുക്കൾക്കറിയാം. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ശത്രുക്കൾ വരുമ്പോൾ എല്ലാവരും ഓടിപ്പോയ ആ സമയത്ത് ദൃഢചിത്തരായി നിൽക്കുന്ന അപൂർവം ചിലരിൽ ഏറ്റവും പ്രധാനിയായ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുന്ന കൂരമ്പുകളെ എല്ലാം തടുക്കുകയും ബഹുമാനപ്പെട്ടവരുടെ പരിച കൊണ്ട് കാക്കുകയും ചെയ്തു. അവസാനം പരിചയമില്ലാതെ വന്നപ്പോൾ അവിടുത്തെ കൈ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് നേരെ വരുന്ന അസ്ത്രത്തെ കാത്തതിൻ്റെ പേരിൽ അസ്ത്രം കൈവിരലുകളിൽ തട്ടിയിട്ട് കൈവിരലുകൾ മടക്കാനും നിവർത്താനും പറ്റാത്ത വിധം കൈ മുടങ്ങിപ്പോയ, കൈയിൻ്റെ ഉപയോഗം പിടുത്ത ശേഷി മുടങ്ങിപ്പോയ ശെല്ല ആയ കൈയായിരുന്നു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ത്വൽഹ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ജുമാദൽ ആഖിറ 10-ന് കാഫിരീങ്ങൾക്കുള്ളേറെയുള്ള പോരാട്ടത്തിൽ ബദറിൽ മാത്രം ബഹുമാനപ്പെട്ടവർ സംബന്ധിച്ചിട്ടില്ല. അപ്പം മൂപ്പർ ഷാമിലൊരു കച്ചവടത്തിന് പോയ സമയത്താണ് ബദർ സംഭവിക്കുന്നത്. ഷാമിലേക്കുള്ള കച്ചവടത്തിന് പോയ നേരത്ത് നടന്നതുകൊണ്ട് ബദറിലേക്ക് പോകാൻ അവർക്ക് അഭാഗ്യം കിട്ടിയിട്ടില്ല. ബാക്കി നബിനോടുകൂടെ എല്ലാ സംഭവങ്ങളിലും പങ്കെടുക്കുകയും പാദമുദ്രകൾ ധാരാളം നേടുകയും ചെയ്തിട്ടുള്ള ആ മഹാൻ പക്ഷേ കാഫിരീങ്ങളുമായിട്ടുള്ള പോരാട്ടത്തിൽ ഷഹീദാകാൻ ഭാഗ്യമുണ്ടായില്ല. പോരാട്ടത്തിൽ ഷഹീദാകുന്നതിന് പകരം ജമൽ എന്ന് പറയുന്ന മഹത്തായൊരു സംഭവം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു തങ്ങളവരുടെ കാലത്ത് അവർക്കെതിരെ വരുന്ന ഒരു സംഘവുമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു വലിയ സംഭവം, മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ നടന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ആ സംഭവത്തിൽ അലി റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹുവും അൻഹയും സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ കൂടിയിരുന്ന് ഈ യുദ്ധം ഒഴിവാക്കുന്നതിനും പോരാട്ടം ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അലിയാർ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് മഹത്തായൊരു പ്രഭാഷണം ചെയ്ത ഒരു പ്രസംഗം, തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന പ്രസംഗം, താൻ ഖലീഫയാകാനുണ്ടായ സാഹചര്യം വെളിവാക്കുന്ന പ്രസംഗം. ആ പ്രസംഗം മഹാനായ അലി റളിയല്ലാഹു അൻഹു നിർവഹിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയും സുബൈർ എന്നവരും ത്വൽഹത്ത് എന്നവരും എല്ലാം ഈ പോരാട്ടം ഒരിക്കലും നടക്കരുതാത്തതാണെന്ന് തീരുമാനിക്കുകയും പശ്ചാത്തപിക്കുകയും മനസ്സിൻ്റെ അകത്ത് ഈ പോരാട്ടത്തിൽ നിന്നുള്ള മടക്കം വരികയും ചെയ്ത് യുദ്ധവും പോരാട്ടവും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിൽ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പെട്ടെന്ന് അദ്ദേഹം പിന്നോട്ട് പോയപ്പോൾ
അലക്ഷ്യമായി വന്ന ഒരമ്പ് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൽ തറക്കുകയും ആ കാൽമുട്ടിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇരിക്കുന്ന ഒട്ടകത്തിൻ്റെ പുറത്തുപോലും കുതിരയുടെ പുറത്തുപോലും അത് സംഭവിക്കുമാർ തറച്ചു പോവുകയും ചെയ്ത ഒരമ്പ് കാൽമുട്ടിലേക്ക് വന്നതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ കൊല്ലപ്പെട്ടത്. യുദ്ധക്കളത്തിൽ വെച്ച് യുദ്ധവും ഒക്കെ നടക്കുന്നതിനിടയിൽ അതെല്ലാം ഉണ്ടാകരുത് എന്നുള്ള നിലക്കുള്ള പരിശ്രമത്തിന് വേണ്ടി ആ പരിശ്രമത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ സമയത്താണിത്. പക്ഷേ പിന്നീട് യുദ്ധം അങ്ങ് നടന്നു. 10,000-ൽ പരം മുസ്ലിം നാമധാരികളും ആ കൂട്ടത്തിലുണ്ട്. സ്വഹാബാക്കൾ പക്ഷേ വളരെ കുറഞ്ഞ പേരേ ഉള്ളൂ. മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹുവിൻ്റെ നിയോഗപ്രകാരം അള്ളാഹുവിലേക്ക് യാത്രയായി. ആ മഹാനാണ് ബഹുമാനപ്പെട്ട ത്വൽഹ. സുബൈർ ഇബ്നു അവ്വാം എന്നിവരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ, അതായത് ഖുവൈലിദിന്റെ മകൻ അവ്വാം എന്നിവരുടെ മകനാണ് സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ. ഖുവൈലിദിന്റെ മകളാണല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ.